Hello everyone, welcome to the next video of ladiescoupe, that is chapter 6, which is entitled as Oil of Vitriol. So, oil of vitriol means sulfuric acid, and sulfuric acid is known as the king of chemicals because of its wide range of use. സോ ഇവിടെ നമ്മൾ ചാപ്റ്റർ 5 കണ്ടു മാർഗ്രേറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ അവളുടെ ലൈഫ് സ്റ്റോറി നറേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്ന മാർഗ്രേറ്റ് ശാന്തി എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ മാർഗ്രേറ്റ് പോൾരാജ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റോറിയാണ്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു സൾഫ്യൂറിക് ആസിഡിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടൈറ്റിൽ വന്നത്, അല്ലെങ്കിൽ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നെന്താണ് വന്നത് എന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാകും. So, among the 5 elements that constitute life, Margaret Shanti classify herself as water. അപ്പോൾ മാർഗ്രേറ്റ് തൻ്റെ കഥ അഖിലയോട് പറയുമ്പോൾ മാർഗ്രേറ്റ് പറയുന്നുണ്ട്, തനിക്കെപ്പോഴും തൻ്റെ ലൈഫിനെ അല്ലെങ്കിൽ തന്നെ തനിക്ക് ക്ലാസിഫൈ ചെയ്യാൻ ഇഷ്ടം അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ ഇഷ്ടം വാട്ടറിനോടാണ്. ബിക്കോസ് ഇൻ ദ വേൾഡ് ഓഫ് കെമിക്കൽസ് വാട്ടർ ഈസ് ദ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. Water that moistens, water that heals, water that forgets, water that accepts, water that flows tirelessly. It also destroys. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു പെക്യുലാരിറ്റി ഉള്ള ഒരു സാധനം തന്നെയാണ്. കാരണം അതിനെല്ലാത്തിനും കഴിയും. അത് നശിപ്പിക്കാൻ പറ്റും, അതിനൊരു എന്താ പറയുക ഒരു ബേർത്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് പലതും അത് എന്താ പറയുക നശിപ്പിക്കും, പലതും അത് ആക്സെപ്റ്റ് ചെയ്യും, പലതും അത് വിഴുങ്ങിക്കളയും. അതായത് നമുക്ക് ഒരു വാട്ടറിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് സംതിങ് വെരി വൈഡ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മാർഗരറ്റിൻ്റെ ലൈഫ്. അല്ലെങ്കിൽ മാർഗരറ്റിന് തൻ്റെ ഒരു പേഴ്സണാലിറ്റിനെ എന്തുകൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടോ വാട്ടറായിട്ട് കമ്പയർ ചെയ്യാനാണ് ഇഷ്ടം. And Margaret is a chemistry teacher and her husband Ebenezer Polraj is a principal of the same school. ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും എന്തുകൊണ്ടായിരിക്കാം ഈ ചാപ്റ്ററിന് ഓയിൽ ഓഫ് വിട്രിയോൾ അല്ലെങ്കിൽ ഈ സൾഫ്യൂറിക് ആസിഡ് എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങിലേക്ക് ടൈറ്റിൽ വന്നതെന്നുള്ളത്. കാരണം മാർഗരറ്റ് ഈസ് എ കെമിസ്ട്രി ടീച്ചർ. സോ her husband, her name is Ebenezer Polraj. He is the principal of the same school. The well-arranged chemistry lab was her familiar world, the world that was neatly divided into solids, liquids and gases. അതായത് മാർഗരറ്റിന് എപ്പോഴും ഒരു വേൾഡ് എന്ന് പറയുന്നത് അവളുടെ കെമിസ്ട്രി ലാബാണ്. ഓക്കെ, ആൻഡ് എബനസർ ലിസൺസ് ടു നോ വൺ, ഓൺലി ഹിംസെൽഫ്. എബനസർ എന്ന് പറയുന്ന ക്യാരക്ടർ ആൾക്കും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ക്യാരക്ടറാണ്. അയാൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് അയാളുടെ കാര്യങ്ങൾ മാത്രമാണ്. ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കോർപ്പറൽ പണിഷ്മെൻറ്റ്സ്, ഇൻസ്റ്റഡ് ഹി വാസ് ദ റീജൻറ്റ് ഓഫ് ഇൻകോർപ്പറിയൽ വേൾഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എബനസർ എന്ന് പറയുന്ന ക്യാരക്ടർ ഹീസ് ദ പ്രിൻസിപ്പൽ ഓഫ് എ സ്കൂൾ. അപ്പോൾ അയാൾക്ക് ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ അയാൾ കുട്ടികളെ എന്താ പറയുക കോർപ്പറൽ പണിഷ്മെൻറ്റ്, അതായത് നമുക്ക് സാധാരണ കൊടുക്കുന്ന പണിഷ്മെൻ്റ് അല്ല, അതിനപ്പുറം ഒരു എന്താ പറയുക ശാരീരികമായിട്ട് കൊടുക്കുന്ന ആ ഫിസിക്കൽ പണിഷ്മെൻറ്റിന് പകരം കൂടുതലും അയാൾക്ക് കുട്ടികളെ എന്താ പറയുക വേറെ രീതിയിൽ എന്താ പറയുക പണിഷ്മെൻറ്റ് കൊടുക്കാനാണ് ഇഷ്ടം. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടി ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ തല്ലുന്നതിന് പകരം ഒരു പക്ഷേ ആ കുട്ടിയെ എന്താ പറയുക അവൻ്റെ ആ ഒരു സ്പോർട്സിൻ്റെ പീരീഡ് അല്ലെങ്കിൽ ആ ഒരു പി ടിയുടെ ടൈം ആ ഒരു അവർ അവനെ വിടില്ല. അങ്ങനെ മെൻ്റലി കുട്ടികളെ എന്താ പറയുക കുട്ടികളെ ടാക്കിൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു കുട്ടികളെ അങ്ങോട്ട് അവരുടെ ആ ഒരു മൈൻഡ് അല്ലെ ഹാപ്പിനെസ് അങ്ങ് കളഞ്ഞെടുക്കാൻ പറ്റുന്നൊരു സാറാണ് എബനസർ എന്ന് പറയുന്നത്. ആൻഡ് ഷീ ആക്ച്വലി ഗോയിങ് ടു ഹർ ഫ്ലാഷ് ബാക്ക് എന്താണ് ഷീ മെറ്റ് എബി വെൻ ഷീ വാസ് 22 years old. അവളൊരു 22 വയസ്സിലാണ് എബിയെ ആദ്യമായിട്ട് കാണുന്നത്. ഷീ വാസ് ദി ഗോൾഡ് മെഡലിസ്റ്റ് ഓഫ് ദാറ്റ് ഇയർ ഇൻ MSc കെമിസ്ട്രി. അതായത് എബിയെ മാർഗരറ്റ് കാണുമ്പോൾ മാർഗരറ്റ് ഒരു ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. കാരണം മാർഗരറ്റ് ഭയങ്കര സ്റ്റൂഡീസ് ആയിട്ടുള്ളൊരു ഗേളായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. എല്ലാവരും ഭയങ്കര ഒരു എന്താ പറയുക ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഫ്യൂച്ചർ കാത്തു നിൽക്കുന്ന ഒരു ഗേളായിരുന്നു മാർഗരറ്റ്. ആൻഡ് ഷീ ഫെൽ ഇൻ ലവ് വിത്ത് എബി വെൻ ഷീ സോ ഹിം അറ്റ് ദി ചർച്ച് യൂത്ത് ഗ്രൂപ്പ് മീറ്റിംഗ്. അപ്പം ചർച്ചിലെ യൂത്ത് നമ്മൾ ജീസസ് യൂത്ത് എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ അതിലൊക്കെ പലപ്പോഴും എബിയെ കണ്ടു, എബിയും അങ്ങനെ തമ്മിൽ പരിചയപ്പെട്ടു, അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയാണ്. ഹി വാസ് ഡ്രസ്ഡ് പ്ലെയിൻലി വിത്തൗട്ട് എനി ഫാഷൻ ഓഫ് ദാറ്റ് ജനറേഷൻ. എബിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എബിക്ക് ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള ആളൊന്നുമല്ല. And later his parents came to meet Margaret's family and they got married. Okay. At the age of 29 he was a vice principal of a reputed school. ഒരു 29 വയസ്സിൽ തന്നെ ഒരു സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൾ ആയ ആളാണ് എബി എന്ന് പറയുന്നത്. സോ ഹർ ഫാമിലി ലവ്ഡ് ഹിം ആസ് മച്ച്
ആസ് ഷീ ഡിഡ്. അതായത് അപ്പോൾ അവളുടെ ഫാമിലിയിൽ എബിയെ പറ്റി ഭയങ്കര മതിപ്പാണ്. എബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിക്ക് വലുതായിട്ട് വേറെ ആരും ഇല്ല. കാരണം അത്രയും ഒരു മതിപ്പുളവാക്കുന്നൊരു ക്യാരക്ടറാണ് നാട്ടിലും വീട്ടിലും ഒക്കെ എബി എന്ന് പറയുന്ന ക്യാരക്ടർ. ആൻഡ് എബി കോൾഡ് ഹെർ ആസ് മരകതം, മീനിങ് എമറാൾഡ് ഇൻ തമിഴ്. അപ്പോൾ എബി എപ്പോഴും മാർഗറ്റിനെ എന്താ പറയുക, സ്നേഹത്തോടെ അഫെക്ഷനേറ്റ്ലി വിളിക്കുന്ന പേരാണ് മരകതം എന്ന് പറയുന്നത്. ലേറ്റർ ഷീ ബിക്കെയിം പ്രഗ്നൻറ്റ് ആൻഡ് എബി വാസ് നോട്ട് ഹാപ്പി ഇൻ ദാറ്റ് പ്രഗ്നൻസി. പിന്നീട് ആസ് യൂഷ്വൽ നമ്മൾ എന്താ പറയുക കോമൺ ആയിട്ട് സംഭവിക്കുന്ന രീതിയിൽ അവൾ പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. ബട്ട് എബിക്ക് ഈ ഒരു പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ആൻഡ് ഹി ഫോഴ്സ്ഡ് മാർഗരറ്റ് ടു അബോർട്ട് ദി ചൈൽഡ് ഫോർ ഹെർ ബെറ്റർ കരിയർ. അപ്പോൾ എബിയുടെ മുമ്പിൽ എബി പറയുന്നുണ്ട്, നമ്മളൊന്നും എത്തിയിട്ടില്ല, നമ്മളെന്നല്ല നീ എവിടെ എത്തിയിട്ടില്ല, ബിക്കോസ് യു ആർ എ ഗോൾഡ് മെഡലിസ്റ്റ്, അല്ലെങ്കിൽ നീ ഒരു റാങ്ക് ലഭിച്ചൊരു ഗേളാണ്, നിനക്കൊത്തിരി ഫ്യൂച്ചറുണ്ട്, ഒത്തിരി കരിയർ നിനക്ക് കിടക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ മൂവിങ് വിത്ത് ദിസ് പ്രഗ്നൻസി, ഇവരുടെ മൊത്തം ആ ഒരു എന്താ പറയുക ആ ഒരു കരിയർ ഗ്രോത്ത് തന്നെ നഷ്ടപ്പെടും. സോ ഹി ഫോഴ്സ്ഡ് ഹെർ ടു അബോർട്ട് ദി ചൈൽഡ്. And he said, do your B.Ed so you can become a teacher and then we will always be together. അപ്പോൾ ഇയാൾ പറയുന്ന കാര്യം ഇതാണ്, നിനക്ക് MSc കെമിസ്ട്രി വെച്ചിട്ട് നീ നിന്ന് പോയതാണ്, അപ്പോൾ നീ എന്താ പറയുക, നിനക്ക് കരിയറിലേക്ക് നീ തിരിയണമെങ്കിൽ ഫസ്റ്റ് യു ഡു യുവർ B.Ed, എങ്കിൽ മാത്രമേ നിനക്കൊരു ബെറ്റർ ഫ്യൂച്ചർ കിട്ടത്തുള്ളൂ. സോ ഹി ആസ്ക്ഡ് ഹെർ ടു വെയിറ്റ് ടിൽ ദേ വർ ബോത്ത് സെറ്റിൽഡ് ഇൻ ദെയർ കരിയർ. അപ്പോൾ നമുക്കൊരു കരിയർ ഒന്ന് സെറ്റിലായിട്ട് മാത്രം കുട്ടിയെപ്പറ്റി ചിന്തിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ടെൻഡൻസിയാണ് എബി കാണിക്കുന്നത്. Due to his continuous torture, she agreed for abortion and he had made all the arrangements. ആൻഡ് അപ്പോൾ ഈ ഒരു നോവലിൽ എന്താ പറയുക, മാർഗരറ്റ് അനുഭവിക്കുന്ന മെൻ്റൽ പ്രഷർ ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് അത് അത്രയും എനിക്ക് ഈ ഒരു വീഡിയോ നറേറ്റ് ചെയ്യുമ്പോഴേക്കും എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അത് അത്യാവശ്യം ഒരു ലെങ്തി ആയിട്ടുള്ളൊരു പോർഷനാണ്. കാരണം അവൾ ഭയങ്കരമായിട്ട് മെൻ്റൽ ടോർച്ചറിന് വിധേയമാവുന്നുണ്ട്. അവൾക്ക് പറ്റുന്നില്ല, തൻ്റെ കുട്ടിയെ അബോർട്ട് ചെയ്യണമെന്ന് അവൾക്ക് താല്പര്യമില്ല. പക്ഷേ എബിയെ എന്താ പറയുക ഉപേക്ഷിക്കാൻ പറ്റില്ല, എബി പറയണതിൻ്റെ കൂടെ പോകാനേ പറ്റുള്ളൂ. അപ്പം എബിയെ പറ്റി വീട്ടുകാരോട് ഇപ്പോൾ എബി ഇങ്ങനെ പറഞ്ഞു, കുട്ടിയെ അബോർട്ട് ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പം വീട്ടുകാരത് വിശ്വസിക്കില്ല. കാരണം എബി എന്ന് പറയുന്ന അത്രയും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് വീട്ടുകാർ കരുതുന്നത്. അപ്പോൾ അതൊക്കെ മാർഗരറ്റിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ട് കിടക്കുകയാണ്. പക്ഷേ എങ്കിൽ കൂടിയും അവൾ എന്താ പറയുക മനസ്സില്ലാ മനസ്സോടെ അബോർഷന് വേണ്ടി ശ്രമിക്കുകയാണ്. ദെൻ ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ടു ലേറ്റ്, യു ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ് ഇഫ് യു വാണ്ട്. വൈ ആർ യു ഡൂയിങ് ദിസ് എനിവേ, ദ നേഴ്സ് സെഡ്. അപ്പോൾ ഇവളുടെ ആ ഒരു എന്താ പറയുക ടെൻഷനൊക്കെ കാണുമ്പോൾ അവിടുത്തെ നേഴ്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇത് വലിയൊരു ക്രൂരതയാണ്. ഇഫ് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ലവേഴ്സായിട്ടോ ഒന്നും തോന്നുന്നില്ല, നിങ്ങൾ എന്താ പറയുക സാധാരണ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലി അല്ലേ. അപ്പോൾ സോ വൈ ആർ യു ഡൂയിങ് സച്ച് തിങ്സ്, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു മനസ്സിൽ ഭയങ്കര മനസാക്ഷി കുത്ത് പോലെ തോന്നുന്നുണ്ടെങ്കിലും മാർഗരറ്റിന് വേറെ വഴിയില്ല. സോ ഫോഴ്സ്ഫുള്ളി ഷീ അഗ്രീഡ് ടു എബീസ് ഒപ്പീനിയൻ. Her family saw him as a successful man and a respectable member of the community. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് അവൾക്ക് ഒരിക്കലും എബിയുടെ വാക്ക് വേണ്ടാന്ന് വെക്കാനായിട്ട് സാധിക്കുന്നില്ല. ഡേ ബൈ ഡേ ദേ സ്റ്റാർട്ടഡ് ടു ഫൈറ്റ് ഈച്ച് അതർ ഈവൻ ഫോർ സില്ലി തിങ്സ് ടു. പിന്നെ ഈ അബോർഷന് ശേഷം മാർഗരറ്റിൻ്റെ ഒരു മെൻറ്റാലിറ്റി മാറുന്നു. എബി ആണെങ്കിൽ കുറച്ചും കൂടി ലൈഫിൽ കുറച്ചും കൂടി പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മാർഗരറ്റും അവരുടെ സ്റ്റഡീസിൽ മുന്നേക്ക് പോകുന്നു. പക്ഷേ എങ്കിലും രണ്ടു പേർക്കും പലതരത്തിൽ ഈഗോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവരെപ്പോഴും ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആൻഡ് എബി ഡിഡൻറ്റ് ഗിവ് എനി റെസ്പെക്ട് ടു മാർഗരറ്റ് ആൻഡ് ഷീ തോട്ട് അബൌട്ട് ദി സ്റ്റിഗ്മ ഓഫ് ഡിവോഴ്സ്. പലപ്പോഴും അവൾ ചിന്തിക്കാറുണ്ട് ഇതൊരു ഡിവോഴ്സ് ചെയ്താലോ എന്നുള്ളത്. പക്ഷേ നോ വൺ ഹാഡ് എവർ ബീൻ ഡിവോഴ്സ്ഡ് ഇൻ ഹെർ ഫാമിലി. ഇഫ് ഷീ ലെഫ്റ്റ് ഹിം ഷീ വുഡ് ഹാവ് ടു ബി പ്രിപ്പയർഡ് ടു ലൂസ് ഹെർ ഫാമിലി ആസ് വെൽ. അപ്പോൾ തൻ്റെ ഫാമിലിയിൽ ആരും തന്നെ ഇങ്ങനെ ഡിവോഴ്സിലേക്കൊന്നും പോയിട്ടില്ല. ഇനി അഥവാ ഇവൾ പോവാൻ തന്നെ ഇവളുടെ ഫാമിലിൻ്റെ അടുത്ത് ഇവൾക്കൊരു സപ്പോർട്ട് കിട്ടില്ല. അപ്പോൾ എങ്ങനെ വന്നാലും എബിയെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ഫാമിലിയെ കൂടി താൻ മറക്കേണ്ടി വരും. അതൊക്കെ ഓർത്ത് എങ്ങനെയൊക്കെ ലൈഫ് ബാലൻസ് ചെയ്ത് അവൾ കൊണ്ടുപോവുകയാണ്. ആൻഡ് ലേറ്റർ he appointed as a principal of a new school and she offered the post of HOD of chemistry department. അങ്ങനെ എബിക്ക് പുതിയൊരു സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് ജോലി കിട്ടുന്നു. അറ്റ് ദ സെയിം ടൈം മാർഗരറ്റ് ഈസ് ഓൾസോ അപ്പോയിൻറ്റഡ് ആസ് ദി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ് മീൻസ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്.
സോ എബി ട്രീറ്റഡ് ഹൗസ് ആസ് എ ഹോട്ടൽ. ഹി എക്സ്പെക്റ്റഡ് എവറിത്തിങ് ടു റൺ ബൈ ഇറ്റ് സെൽഫ് വിത്തൗട്ട് ഹാവിങ് ടു ഡു എനിത്തിങ്. എബിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഷടപടയെന്ന് കിട്ടിക്കൊള്ളണം. അതായത് അവൾ ഇത്രയും കഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ അവൾക്കും ജോലിയുണ്ട്, അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അയാളുടെ കാര്യങ്ങളൊക്കെ അയാൾക്ക് നടന്നു പോകണം. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം, അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് എബി വരികയാണ്. Which means food on the table, laundered and ironed clothes for him to wear, beds made, shelves dusted, towels changed, bathroom cleaned, etc. So as her fatigue increased, the quarrels become more and more problematic. ഓരോ ദിവസം തോറും ഇവരുടെ ഇഷ്യൂസ് ഒന്നും സോൾവ് ആവുന്നില്ല. ഇവർ ഭയങ്കര ഈഗോ ആവുന്നു, പ്രശ്നങ്ങളാവുന്നു. ഡേ ബൈ ഡേ ഇവരുടെ ആ ഒരു വഴക്ക് മുറുക അല്ലാതെ കുറയുന്നില്ല. ദെൻ ഷീ ഇൻട്രൊഡ്യൂസിങ് ഹർ ഫ്യൂ കൊളീഗ്സ് ടു അഖില. അപ്പോൾ ഇതെല്ലാം മാർഗ്രറ്റ് അഖിലയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അഖില യോട് കുറച്ച് ക്യാരക്ടേഴ്സിനെ മാർഗ്രറ്റ് പറയുന്നുണ്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുവാണ്. ദേ ആർ ഹെർ കൊളീഗ്സ്. അതായത് പ്രമീള മാധവ്. പ്രമീള എന്ന് പറയുന്നത് ഷീ ഈസ് എൻ എക്കണോമിക്സ് ടീച്ചർ ആൻഡ് ഷീ ഈസ് ലൈക്ക് ദി കെമിക്കൽ എലമെൻറ്റ് ബ്രോമൈൻ, which means heavy with a hair tinted a reddish brown. Next character is Daphne. She is an English teacher. She is very enthusiastic, smart, light and silvery like lithium. Shankar Narayan, Hindi master like the element cobalt. So next character, there was shades to Abby. At times he was blue vitriol imbued with copper. അപ്പോൾ അതായത് മാർഗ്രറ്റിൻ്റെ ലൈഫിൽ വരുന്ന എല്ലാവരെയും മാർഗ്രറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നത് കെമിക്കൽ എലമെൻറ്റ്സ് ആയിട്ടാണ്. കാരണം ഹീസ് എ കെമിസ്ട്രി ടീച്ചർ. അപ്പം തൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ എന്താ പറയുക പേരിട്ട് വിളിച്ചിരിക്കുവാണ് മാർഗ്രറ്റ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ടൈറ്റിലിന് ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് പറയുന്ന പേര് വന്നത്, വിച്ച് മീൻസ് സൾഫ്യൂറിക് ആസിഡ്. എബി ഹാഡ് എ വീക്ക്നെസ്, ഇറ്റ് വാസ് ഫുഡ്. ഹി ലവ്ഡ് ഈറ്റിംഗ്. അപ്പോൾ എബിക്ക് ഒരൊറ്റ വീക്ക്നെസ്സേ ഉള്ളൂ, അതായത് ഫുഡ് നന്നായിട്ട് കഴിക്കും. പിന്നെ ഒരു ഇൻസിഡൻറ്റ് അവിടെ പറയുന്നുണ്ട്. ഞാൻ ആൽഫ്രഡ് എന്ന് കൊടുത്തിട്ട് സ്കൂൾ ബോയ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ആൽഫ്രഡ് എന്ന് പറയുന്ന സ്കൂളിലുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി മുടി നീട്ടി വളർത്തുമ്പം എബി ഭയങ്കരമായിട്ട് പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോർപ്പറൽ പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കത്തില്ല. പകരം എബി ആ കുട്ടിയുടെ മുടി റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിവെക്കുന്നുണ്ട്. അത് സ്കൂളിൽ ഭയങ്കര ഇഷ്യൂ ആവുന്നുണ്ട്. ആ കുട്ടിയെ കൂട്ടുകാരൊക്കെ കളിയാക്കുന്നു. അവൻ ഭയങ്കര കരച്ചിലും ബഹളം ആകുമ്പോഴേക്കും മാർഗ്രറ്റ് വന്നിട്ട് കുട്ടിയുടെ മുടി അഴിച്ച് കൊടുത്ത് അവനെ ആശ്വസിപ്പിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് എബിയുടെ ഒരു മോശം എന്താ പറയുക സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ബിഹേവിയറിൻ്റെ ഒരു മോശം സൈഡാണ് ആ കാണിക്കുന്നത്. അത് ഞാൻ വലിയ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല, ചെറിയൊരു ഇൻസിഡൻറ്റ്, അത് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. And she was a good cook and she had cooked like the students did their chemistry experiment and she added different dishes to the table. അപ്പോൾ തൻ്റെ ലൈഫിൽ ഇത്രയും തന്നെ മെൻ്റലി ഡൗൺ ആക്കുന്ന അല്ലെങ്കിൽ തൻ്റെ സ്ട്രെസ്സിന് കാരണമായിട്ടുള്ള എബിയോട് എങ്ങനെ വന്നാലും മാർഗ്രറ്റിന് റിവെഞ്ച് എടുത്തേ പറ്റൂ. അപ്പം മാർഗ്രറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാർഗ്രറ്റ് നല്ലൊരു കുക്കാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രി ലാബിൽ കുട്ടികൾ പരീക്ഷണങ്ങൾ നടത്തുന്ന പോലെ ഓരോ ദിവസവും മേശപ്പുറത്തേക്ക്, അതായത് അവർ കഴിക്കുന്ന ഡൈനിങ് ടേബിളിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓൾമോസ്റ്റ് ഇയർ ലേറ്റർ എബി ബിക്കെയിം എ ഫാറ്റ് മാൻ. അതായത് നോവലിൽ പറയുന്നുണ്ട്, പൂരി ആണെങ്കിൽ പൂരിയുടെ കൂടെ തന്നെ വേറെ ചില സൈഡ് ഡിഷസ് ഉണ്ടാവും, ഓയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഗ്രാജുവലി എബി ബിക്കെയിം എ ഫാറ്റ് മാൻ. എബിക്ക് വണ്ണം വെച്ച് തുടങ്ങി. The breath shortened and the pace slowed. Folds appeared around the neck, a second chin, a belly that jiggled. When he climbed a staircase, he gasped. അപ്പോൾ എബിക്ക് സ്പീഡിൽ നടക്കാൻ പറ്റുന്നില്ല. എബിയുടെ കഴുത്തിന് ചുറ്റും മടക്ക് പോലെ വന്നു വണ്ണം കൊണ്ടിട്ട്. അതുപോലെ തന്നെ രണ്ടാമതൊരു വലിയ താടിയായി തുടങ്ങി, വയറ് ചാടി തുടങ്ങി. സോ ഹി നോ ലോങ്ങർ റോം ദ കോറിഡേഴ്സ് ഓഫ് ദി സ്കൂൾ റെസ്റ്റ്ലെസ്ലി. പണ്ട് സ്കൂളിൻ്റെ വാതിക്കൽ ഇങ്ങനെ കോറിഡോറിൽ കുട്ടികളെ ഇങ്ങനെ നോക്കി അവർക്ക് വേണ്ട പണിഷ്മെൻറ്റ് കൊടുത്ത് അവരെ എപ്പോഴും ഇൻവിജിലേറ്റർ പോലെ തന്നെ നിൽക്കുന്ന എബിക്ക് കോറിഡോറിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ബിക്കോസ് ഹീസ് ഫാറ്റ് നൗ. പണ്ടത്തെ പോലെ സ്മാർട്ടായിട്ട് ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ല ഇപ്പം. അപ്പം അതിൻ്റെ ഉത്തരവാദി മാർഗ്രറ്റാണ്. സോ ബോത്ത്, അതായത് മാർഗ്രറ്റിനും കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ഭയങ്കര ആശ്വാസമാണ്. കാരണം എബിക്ക് ഒന്നിനും വയ്യ. സോ ഹി നീഡഡ് ഹർ സപ്പോർട്ട് ദാറ്റ് ഹി ഹാഡ് നെവർ ബിഫോർ. അതായത് അവളുടെ സപ്പോർട്ടില്ലാതെ എബിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി.
അങ്ങനെ ദെൻ ഷീ ബിക്കം പ്രഗ്നൻറ്റ് ആൻഡ് ദ ബേബി വാസ് ബോൺ എ ഗേൾ. പിന്നെ അവൾക്കൊരു കുട്ടി ഉണ്ടായി, ഒരു പെൺകുട്ടിയായിരുന്നു. സോ ഓൾ വാസ് ക്വയറ്റ് ആൻഡ് കാംഡ് ഇൻ ദെയർ ലൈഫ്സ്. തൻ്റെ ആ ഒരു റിവെഞ്ചിലൂടെ, തൻ്റെ മധുരമായ ആ ഒരു പ്രതികാരത്തിലൂടെ എന്താ പറയുക, തൻ്റെ ലൈഫും തിരിച്ചു പിടിക്കുകയാണ് മാർഗരറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ. എന്നിട്ട് ഈ ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: When you add water to sulfuric acid, it splutters at first, but soon it loses its strength. The trick is to know when to add it and how much. അതായത് നിങ്ങൾ സൾഫ്യൂറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആസിഡാണ് അല്ലേ. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു, ഇറ്റ് ഈസ് നോൺ ആസ് ദി കിങ് ഓഫ് കെമിക്കൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു തുള്ളി വാട്ടർ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ സ്ട്രെങ്ത്ത് പോകാൻ തുടങ്ങും. സോ ഇതിൻ്റെ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. എന്തോരം ആഡ് ചെയ്യണം, എങ്ങനെ ആഡ് ചെയ്യണം എന്ന് നമ്മൾ പഠിക്കണം, അത്രയേ ഉള്ളൂ. അതായത് ഇവിടെ വാട്ടർ എന്ന് പറയുന്ന മാർഗരറ്റും സൾഫ്യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അവളുടെ ഭർത്താവായിട്ടുള്ള എബനസർ പോൾരാജുമാണ്. സോ ഈ ഒരു റിവെഞ്ചിൻ്റെ കഥയാണ് പറഞ്ഞിട്ടാണ് നമ്മുടെ മാർഗരറ്റ് അവളുടെ ലൈഫ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് മാർഗരറ്റ് പോൾരാജ് ഓർ മാർഗരറ്റ് ശാന്തി. So that is the end of chapter 6, which is entitled as Oil of Vitriol. So thank you so much.